ചെമ്മീൻ കൊണ്ടുവന്നത് ഇത് ലാസ്റ്റ് ആണ് കാണിക്കുന്നത്. ലാസ്റ്റ് ഇതുവരെ കഴിഞ്ഞില്ലേ? ചെമ്മീൻ നിർവാണ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. എന്നിട്ട് ആ കട ഇളകി ഇനി ഇത് തീരുന്നേ. ആ കട ഇളകി ചോട്ടാ ആ കൈയോണ്ട് എന്നെ തൊടയിരിക്കോ. സൂപ്പർ ചെമ്മീനാട്ടത്. അത് ആ ഒരു വരിയല്ലാണ്ട് പിന്നെ വല്ലതും അതിന്റെ കൂടെ എഴുതി കുറച്ചും കൂടി എഴുതി. ചാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സൂപ്പർ ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പാതല മണമൊക്കെ കിട്ടാൻ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ചെമ്മീൻ കൊണ്ടുവന്നത് ഇത് ലാസ്റ്റാണ് കാണിക്കുന്നത്. ലാസ്റ്റ്. അപ്പോൾ ഈ ചെമ്മീനോടുള്ള വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ ബേസിൽ ജോസഫ് അറിയാലോ, സംവിധായകൻ നടനും കൂടിയിട്ടുള്ള ബേസിൽ ജോസഫ് ഒരു ചെമ്മീൻ നിർവാണ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാ 90% യൂട്യൂബ് ചാനൽ പാചകം ചെയ്യുന്നവരൊക്കെ ഇട്ടുണ്ട്. നമ്മൾ മാത്രമേ ഇടാത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ പണ്ട് ഫിഷ് നിർവാണ ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ ആളെ പേര് ഞാൻ പറഞ്ഞു, ഷെഫ് പിള്ളേരെ ഇതാണ് ചെയ്തിട്ടുള്ളത്. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ചെയ്തില്ല. അതുകൊണ്ട് ഫിഷ് നിർവാണ പിലോപ്പി മീനുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഫിഷ് നിർവാണ ഇപ്പോൾ അത് വൈറലായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റാണ്. ഇനി ചെമ്മീനോടുള്ളത് കാണിക്കില്ല കേട്ടാ. കാരണം നിങ്ങൾക്ക് കണ്ട് മടുത്തുണ്ടാവില്ല. ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമൊന്നും തോന്നുന്നത് കണ്ടിട്ടാ പറയില്ല. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് പലരും കുറേ പേര് പലതരത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവർക്ക് യുക്തിക്കനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചില വ്യത്യസ്തങ്ങളാകുന്നുണ്ട്. എല്ലാവരും ഇതിൽ മല്ലിയിലേക്കാണ് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം മല്ലിയില സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പിടിയാണ് എല്ലാവരും നിറച്ചിട്ടാണ് മിക്സിയിൽ ജാറിലടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മല്ലി മുളപ്പിച്ചുണ്ടാക്കിയ മല്ലിയിലല്ല, നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് എടുക്കുന്നത് നമ്മൾ. അപ്പോൾ ആഫ്രിക്കൻ മല്ലി അഥവാ മെക്സിക്കൻ മല്ലി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അത് നമ്മുടെ മരുന്നും കരുന്നൊന്നും അടിക്കാത്ത സാധനമാണല്ലോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഭയങ്കര മല്ലി വേണ്ട. നമ്മുടെ ഇതിപ്പോൾ ഞാൻ എന്തിനാ കൊണ്ട് നടക്കുന്നത് അവിടേക്ക് ഇത് പിടിക്കാം. അപ്പോൾ ആ മല്ലി വേണ്ട, നമ്മുടെ ആഫ്രിക്കൻ മല്ലി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മതി. അതാണെങ്കിൽ ആളുകൾക്ക് കാണിച്ച് കൊടുക്കുകയും ചെയ്യാം. അത് പിന്നെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് തഴച്ച് വളരുന്നുണ്ടേ. അത് നമുക്ക് അതിനെ കളഞ്ഞിട്ട് കാര്യമില്ലേ. ഇവിടെ നമ്മുടെ കൊള്ളിത്തടത്തിൻ്റെ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ റോഡ് പണി നാളെ മുതൽ ആരംഭിക്കും. ഇവിടുത്തെ റോഡ് പണി നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ ഇതാണ് കണ്ടിട്ടുണ്ടാവട്ടാ കേട്ടാ. ഈ മല്ലി ഇത് നമ്മുടെ സാധാരണ നമ്മുടെ മല്ലിയേക്കാളും മണമാണ്, നല്ല മണമാണ് ഇതിന്. ഇതാണ് നമ്മുടെ ഈ ഫിഷ് ചെമ്മീൻ നിർവാണയിലേക്ക് നമ്മൾ മല്ലിയിലേക്ക് പകരം ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മരുന്നും കിരുന്നും ഇല്ലാത്ത ബെസ്റ്റ് സാധനം, വിഷമില്ലാത്ത സാധനമാണ് കേട്ടത്. അങ്ങനെ എടുക്കാൻ വിചാരിച്ചു. മല്ലിയിലൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് വിഷമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ. എത്ര വട്ടം ഇട്ടിട്ട് വെള്ളത്തിലിട്ട് കഴിയാലും നമ്മൾ അത് പൂലി, അതായത് കുറേ നേരം വെള്ളത്തിലിട്ട് കിടക്കണം. അപ്പോൾ മല്ലിക്കാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഏത് നിമിഷം മഴ പെയ്യും. മഴക്കാലമാണ്, ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ നമ്മുടെ കൂടാരത്തിൽ നിന്നിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. അത് ജഗുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വരാറായി. കാരണം സമയം ഇപ്പോൾ ഒരു 4:45 സമയം, അവൻ 5:30 വരാം. അപ്പോൾ ഫിഷ് നിർവാണ കൊടുക്കാം അവന്. നമ്മുടെ മല്ലിയില ചെമ്മീൻ അതെ മഴ പില്ല. അപ്പോൾ കൂടാരത്തിൽ ഇരിക്കുന്ന പറഞ്ഞ് ഞങ്ങൾ ബെഞ്ചിൽ ഇവിടേക്ക് വന്ന് നോക്കാം. നല്ല വെളിച്ചുണ്ട്. സാരിത വരുന്നുണ്ട്. അല്ല, മഴ പെയ്യാണെങ്കിൽ അങ്ങോട്ട് ഓടിയ പോരെ. ഇവിടെ നല്ല വെളിച്ചത്തിൽ ചെയ്തു ഇവിടെ നമുക്ക് നാച്ചുറൽ ലൈറ്റിൽ. അപ്പോൾ പലരും പലതരത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനെ മിക്സിയിൽ ചാറെടുക്കുന്നു, അത് ഇവിടെ വയ്ക്കുന്നു. അതിലേക്ക് തന്നെ നമ്മുടെ മല്ലിയിലിരുന്നു. ചെമ്മീൻ എന്ന വലിയ തിരശ്ശീല വീഴുകയാണ്. കറിവേപ്പില അല്ലേ പറഞ്ഞില്ലേ, ചെമ്മീൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു ഇനിയില്ലാന്ന് പറഞ്ഞു. ബോർഡ് കഴിഞ്ഞെന്ന് പറഞ്ഞു. ആളുകൾ ഇനി തല്ലും നമ്മൾ. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് ഞാനിന്ന് തിന്നല്ല. ഇനി ചെറിയ ഉള്ളിയില്ലേ, അത് ഒരു 5-10 അടുത്തുണ്ട്. അതിങ്ങനെ നടുന്ന് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി ഒരു 10-12 എണ്ണം. അപ്പോൾ കുറച്ച് ഇഞ്ചിയുടെ കഷ്ണം,
പിന്നെ ഒരു 5-6 മിളക്, പച്ചമുളക് കേട്ടോ. ഇനി നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇടണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ മുളക് പൊടി ചിലവർ ഇടുന്നുണ്ട്, ചിലവർ ഇടുന്നില്ല. ചിലവരിൽ കമൻറ്റിൽ പറയുന്നത് ഇതിൽ മുളക് പൊടി ഇല്ലയാണ്. അപ്പം മുളക് പൊടി ഇടണ്ട. അപ്പോൾ ഞാൻ മുളക് പൊടി ഒരു പെണ്ണ് ചെയ്യുന്നത് കണ്ടു, അത് 1/4 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട് അതിന് സമാധാനത്തിന് പറഞ്ഞു. ഞാൻ ഇടുന്നില്ല ചേട്ടാ, എനിക്ക് സമാധാനം. അപ്പം ഇടാൻ വേണ്ടിയിട്ടല്ലേ ഇത് എടുത്തോണ്ട് വെച്ചേ? അത് കാണിച്ചു കൊടുക്കാനാണ്, ആളുകൾ പറയണല്ലോ. ഇടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ എടുത്തുകൊണ്ട് വെച്ചത്. ഇവിടെ മല്ലിപ്പൊടി ഇപ്പം ചേട്ടൻ്റെ മനസ്സ് മാറിയതാണ് അല്ലേ? എന്നിട്ട് കുന്തയിലായിക്കട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല ഇനി. ഇടില്ലേ അല്ലേ? പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഇതിലേക്ക് ഉപ്പ്, ചെമ്മീനിലേക്കുള്ളൊരു ഉപ്പാണ് കേട്ടോ. പിന്നെ ചിലർ വിനാഗിരി ഒഴിക്കുന്നുണ്ട്, ചിലർ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്, ചിലർ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെറുനാരങ്ങ നീരാണ് ഒഴിക്കുന്നത്, ചെറിയൊരു ചെറുനാരങ്ങ നീര്. പിന്നെ അല്പം വെളിച്ചെണ്ണ. ഇത് മിക്സിയിൽ സരിത അരച്ചു കൊണ്ടുവരും. ഇതാണ് ഇതിൻ്റെ മെയിൻ കൂട്ട്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ അൽഫാം ചിക്കൻ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഞാൻ ഇതുപോലത്തെ കൂട്ടണി അടിപൊളി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിൽ ഒലീവ് ഓയിൽ ചേർക്കും, ക്യാപ്സിക്കം ചേർക്കും, സബോള ചേർക്കും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേർച്ചിട്ട്. നമ്മൾ ചെമ്മീൻ എടുത്തോണ്ട് ഒരു 10-400 ഗ്രാം ചെമ്മീൻ്റെ ഇടും, നല്ല തൂക്കളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നു. സരിത കൊണ്ടുവരുന്നുണ്ട്. വളരെ എളുപ്പം പിടിച്ച പണീനെ കേട്ടത്. നല്ല മണം ഉണ്ട് അതിന്, തുറന്നു നോക്കിയാൽ മുളകിൻ്റെ കുത്തെടുക്കും. നല്ല മണം. അപ്പോൾ നമുക്ക് ഈ കൂട്ടിലേക്കാണ്ട് ഈ ചെമ്മീനിലേക്കാണ്ട് ചേർക്കണം കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു കൂട്ട് എന്ന് പറയാനുള്ള സാധനം കേട്ടോ. വെള്ളം വെള്ളമല്ലേ, ഞാൻ തുടച്ചു ഉപ്പനെ. ഇരിക്കാൻ അടിപൊളിയില്ല. ഇപ്പോൾ നല്ല വെളിച്ചല്ലേ. ആ കൂടാരത്തിൻ്റെ ഉള്ളിലേ ചെറിയൊരു വെളിച്ച കുറവുണ്ട്, നമ്മുടെ മുഖത്തേക്ക് ഒരു ഇരുട്ട് കിട്ടണം. പിന്നെ ലൈറ്റ് വയ്ക്കാൻ നിൽക്കണം, അത് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. മഴ വരാണെങ്കിൽ അങ്ങോട്ട് നമുക്ക് ഓടാലോ. എന്താ തരുതേ, അതെ എളുപ്പം. അതെ, ഇവിടെ എത്ര നല്ല ലൊക്കേഷൻ ഉള്ളപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇരുട്ടത്തിരിക്കണം. ഇത് മിക്സ് ചെയ്യാൻ കഴുകിയെടുക്കും. വേണം. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ചിലർ അരമണിക്കൂർ വയ്ക്കുന്നുണ്ട്, ചിലർ കൂടുതൽ സമയം വയ്ക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. നമ്മൾ എത്ര സമയം വയ്ക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ കുറച്ച് നീ ഒരു പാട്ട് വേണമെങ്കിൽ പാടിക്കോ. അത്ര സമയം? അതായത് അല്ല, ഒരു പാട്ട് പാടിക്കോ. എല്ലാത്തിലും പാടിയിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും ആൾക്കാർ. സബ്സ്ക്രൈബേഴ്സ് കൂടി വരികയാണ് ഇപ്പം നമുക്ക്. നമ്മളിരിക്കുന്ന സാധനം ഇപ്പം എന്നെ കുലുങ്ങിയ നിനക്ക് തോന്നിയതാ? എനിക്ക് വല്ല കുഴപ്പം വരില്ല, കുലുങ്ങണ പോലെ തോന്നുന്നു. പറ്റി ഇരിക്കില്ല, കുറച്ചേരം ഇരിക്കില്ല. നല്ല മണല്ലേ? നല്ല മണം. പച്ച വെളിച്ചെണ്ണ മണം കൂടുതൽ വരണേ. എൻ്റെ സ്വല്പം വെള്ളം ഉണ്ടാവും, ഇത് കുറച്ച് വെള്ളമാക്കിയിട്ട് ആക്കി തന്നോട്ടെ. ഇപ്പം വേണ്ട, ഇനിയിപ്പോൾ നമ്മൾ വെള്ളം കൂടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇല്ല. ഇത് എത്ര സമയം വെക്കണ്ടെന്നാണ് ചോദിച്ചത്. നമുക്കൊരു 5 മിനിറ്റ് നേരം വെക്കാമല്ലേ? അതെ, അടുത്ത മഴ വരുമ്പോഴേക്കും നമുക്ക് തീർക്കണമല്ലോ. അപ്പോൾ നമുക്ക് അടുപ്പും ഗ്യാസും കുറ്റിയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെ വെക്കാൻ പോണൊക്കെ ഇവിടെ നിന്നിട്ട് ചെയ്യാം. ബസ് സ്ഥലമില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതെല്ലാം? ചേട്ടൻ ഇങ്ങനെ ആടുമ്പോഴാണ് ഇത് ഇളകണേ. ഞാൻ ആടുമ്പോഴൊന്നും ഇളകണ്ടേ? ഇതിപ്പോ ചേട്ടൻ എണീറ്റപ്പോൾ ഇരുന്നപ്പോൾ ഇതൊന്നും ഇളകി. ഒരിളക്കില്ല. അപ്പൊ ഇതിന് ഇത് വെച്ചത് ശരിയായിട്ട് ചേട്ടനെ ഇപ്പൊ ഇളകണത്. ചേട്ടൻ ഒന്ന് എണീറ്റേ. കട ഇളകി. ഇനി ഇത് ഇരുന്നേ. കട ഇളകി. അതെന്താണെന്നറിയോ, അത് ഇതിന്റെ അടിയിലത്തെ ഇത് ലെവല് കറക്റ്റ് അല്ലാണ്ട് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ അല്ല, ലെവല് അതൊക്കെ കറക്റ്റാ, ലെവല് കറക്റ്റാ. അത് ഇവിടെയാണ്. ഇതേ കണ്ട, നോക്കിയാ അവിടെ അല്ല ചേട്ടാ. ഇനി ചേട്ടാ അവിടെ ഇളക്കാൻ നിക്കണ്ട, അവിടെ അല്ല പ്രശ്നം. ഇതിന്റെ അടിയില് ഒരു ഇത് വെച്ചാൽ മതി. നമുക്ക് ആ സാധനം എടുക്ക്, കത്തിക്കാൻ തുടങ്ങാൻ നമുക്ക് പരിപാടി. 15 മിനിറ്റ് ആയി. 5 മിനിറ്റ് വേണ്ട, നമ്മൾ 10 മിനിറ്റിലോ 8 മിനിറ്റിലോ ഒതുക്കി. കാരണം നിവർത്തിയില്ല, മഴ പെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അരമണിക്കൂർ സമയം എടുക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്സിൽ പറയുമ്പോൾ ഞാൻ അരമണിക്കൂർ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയാ ഈ വീഡിയോ ചെയ്തപ്പോൾ വെറും 5-8 മിനിറ്റ് ചെയ്തല്ലോ. ചേട്ടൻ അതിൽ വോയിസ് ഓവർ കൊടുക്കും പറഞ്ഞു ശരിക്കും ഇത് അരമണിക്കൂർ വയ്ക്കണം, പക്ഷെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ 10 മിനിറ്റ് വെച്ചുള്ളൂ, അങ്ങനെ പറഞ്ഞാൽ മതി. അതന്നെ. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു, പാത്രം അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. ഈ സാധനം ഭയങ്കര ഡീപ്പ് ഫ്രൈയിൽ വറക്കണതല്ല കേട്ടോ. ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണ അടക്കം ഉപയോഗിക്കും, എല്ലാം അടക്കം. അപ്പോൾ നമ്മൾ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം, അല്ലാന്ന് ഇതിന് കോരിയെടുക്കണ പരിപാടി ഇല്ലാന്ന്. അതായത് ഇതിനെ
കോരി എടുത്തിട്ടുള്ള പരിപാടിയില്ല. ഞാൻ ഈ ഷെഫ് പിള്ളേടെ ചെമ്മീന്റെ വേറെ ഒരെണ്ണം കണ്ടു. എനിക്കത് തോന്നി അത് കൂടുതൽ രസം ഉണ്ടാവും തോന്നി. ഇതും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് വേറൊരു രുചിയല്ലേ, ഇത് നാളികേരപ്പാലിലൊക്കെ ഇട്ട് ചെയ്യുന്ന. അത് നാളികേരപ്പാല് ഷെഫ് പിള്ളേരെല്ലാം നാളികേരപ്പാല് ചേർക്കാത്ത ഒരു സാധനം ഇല്ലേ, ഒരു കളിയില്ലേ ആൾക്ക്. അതെ, ആ എങ്കിൽ നീ ഇത് കൈപിടിക്കും, ഇങ്ങോട്ട് തരിക, ഭദ്രമായി ഭദ്രമായി സൂക്ഷിക്കുക. ഞാൻ പറയുമ്പോൾ തിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പലരും പലതരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിൽ ഒരു 3-4 പച്ചമുളക് നമ്മൾ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ ആക്കണം. ഇനി കൈ നീറിട്ട് കേട്ടാ, ഒരു ഭംഗിക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഞാനിടാം ചേട്ടാ, കൈ ഒഴുകിക്കോട്ടാ. ആ കൈ കൊണ്ട് എന്നെ തുടരിക്കോ, അങ്ങനെ തോന്നുന്നില്ല. വേപ്പലി ഉണ്ട് കേട്ടോ, ഇത് വെറുതെ തോന്നുന്നതാണ് കേട്ടോ, ഒരു ഭംഗിക്ക്. ഇനി നമ്മുടെ ചെമ്മീൻ എടുക്കാം. നല്ല വലിപ്പത്തുള്ള ചെമ്മീനാണ് കേട്ടത്. അപ്പോൾ ഓരോന്നോരോന്ന് ഇടാൻ പോണു ചേട്ടൻ. അല്ല, ഓരോന്നോരോന്ന് ഇടാം. ഇതെല്ലാം കൊള്ളും, ഒറ്റടിക്ക് കൊള്ളണം. ഇതിൽ തന്നെയാണ് പാചകേ, അതിന് വേറെ പരിപാടി ഇല്ല സരിത. ഇതിൽ തന്നെയെല്ലാം. ഓ, ഇത് കിട്ടണില്ലല്ലോ. 2-4 കഴിഞ്ഞ ചേട്ടത് അങ്ങനെ തട്ടും. അല്ല സരിത, തീ കുറയ്ക്കട്ടെ, നന്നായി കുറയ്ക്കും ആവശ്യമുള്ള തീ. അല്ല, നല്ല മുഴുവൻ തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ കിടന്നിട്ട് ഇനി പാചകമൊക്കെ അല്ലാണ്ട് വേറെ ഇതിന് വറുത്ത് കോരി എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. കൊള്ളൂ. അതിനാണ് ഞാൻ ഇത്തിരി ബട്ടറുള്ള പാത്രം എടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാചകത്തിനുള്ള ചെമ്മീൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ. തീ കുറവാ, തീ കൂടി തീ വിട്ട്. പക്ഷെ സൂപ്പർ ചെമ്മീനാട്ടത്, ആ കാര്യത്തിൽ നമ്മൾ തർക്കമില്ല. ഇതിൽ എടുത്തു വിട്ടാ. ഇനി ഇതെല്ലാം കഴുകിയിട്ട് കുറച്ച് ഇതെല്ലാം കഴുകി ഈ പാത്രത്തിലൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം മതിയില്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ ഒപ്പിച്ചോളൂ. വല്ലാണ്ട് വെള്ളമാക്കണം. അത് കഴുകി അതിലൊക്കെ സെറ്റാക്കി കൊണ്ടുപോകാം. എനിക്ക് കയ്യൊന്ന് കഴുകണം. കയ്യുമേ നല്ല ഭംഗിയിൽ ഇതാവട്ടെ. കുറച്ച് ഇത്തിരി കൂടി തീ കൂട്ടാം, ഒരു പൊടിക്കും കൂടി തീ കൂട്ടാം. അധികം നേരം ഭയങ്കര ഫ്രൈ അല്ലാട്ടത് ഇതാക്കാം. സ്പൂൺ എടുത്തിണ്ടാ മറച്ചാറായി തുടങ്ങി. ആ ഇതേ ഉണ്ട്, ഇത്രയ്ക്ക് വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ. കണ്ട, ഇത് ആവശ്യമുണ്ട് നമുക്ക്. അവിടെ ഇരിക്കില്ല, നമുക്ക് ഈ ചെമ്മീന് മറച്ചൊക്കെ ഒന്ന് ഇടാൻ. അയ്യോ സാർ, തീ കുറച്ച വെളിച്ചെണ്ണ ഇത്തിരി കുറവാണ് സാർ. ഇതാ നമ്മളിത് മറച്ചിടണം കേട്ടോ. മറച്ചിട്ടാലും ഇത് എന്തിട്ടില്ല, ചോറിൽ കൂട്ടിട്ട് കഴിക്കാനാ. പലരും പല സ്ഥലത്ത് പൊറോട്ട കഴിച്ച് കഴിക്കുന്നുണ്ട്, ചിലർ വെറുതെ കഴിക്കുന്നവരുണ്ട്. വെറുതെ കഴിക്കാൻ പറ്റും. ഇഷ്ടം പോലെ ചെമ്മീനുണ്ടല്ലോ. ചെമ്മീൻ പെട്ടെന്ന് വേവെന്ന് പറയുന്നത് ചിലർ ഭയങ്കരമായിട്ട് കുറേ സമയം പിടിക്കണം വേവാൻ. കുറേ സമയം എടുത്ത് റബ്ബർ പോലെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലേ. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചോടുന്നത് ചെമ്മീന് കുറേ സമയം എടുത്ത് വേവണം എന്നായിരുന്നു. ഒരു കുക്കറിലൊക്കെ വിസിലടിപ്പിച്ചോടുന്നു പണ്ട്. എന്നിട്ട് അങ്ങനെ റബ്ബർ പോലെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ വലിയ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പറയണ കേട്ടപ്പോഴല്ലേ മനസ്സിലായത്. ലക്ഷ്മി നായരുടെയൊക്കെ പാചകം കണ്ടപ്പോൾ ഇതിനൊന്നും അധികം സമയം വേണ്ടെന്ന്. തീ വേണമെങ്കിൽ കൂട്ടി. തീ ഭയങ്കര കുറവായി. ഇനി ഇളക്കാൻ വേണമെങ്കിൽ ഞാനേ ഇളക്കിയേക്കാം. അപ്പോൾ ശരിക്ക് എല്ലായിടത്തേക്കും ആവേ. ഇതിപ്പോൾ ഇപ്പനെ മറച്ചിട്ടല്ലോ ചേട്ടാ. ഇല്ല, ഇനി കുഴപ്പമില്ല. മറച്ചിട്ടത് അപ്പുറം ഒന്ന് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നില്ലേ, എന്നിട്ട് ഇളക്കിയാൽ മതിയായിരുന്നില്ലേ. അതെ, അല്ലെങ്കിലാവും. നോക്കിക്കോ, ഇതൊന്നും ഇത്തിരി അത്യാവശ്യം കുഴപ്പമില്ല, വേവണം കറക്റ്റായിട്ട്. ആ ലെവലിക്ക് ഞാൻ എത്തിക്കും. ഇവിടെ ഇരിക്കാനായിട്ടേ നല്ല രസമാണ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ഇവിടെ ഇത് മാറ്റിയിട്ടപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് മറ്റേ എഴുതാനിരുന്നില്ലേ, അത് ആ ഒരു വരി അല്ലാണ്ട് പിന്നെ വല്ലതും അതിന്റെ കൂടെ എഴുതി ചേർക്കാം. കുറച്ചും കൂടി എഴുതി ഇത്ര ഒരു 2 കിണ്ടി എഴുതി. പിന്നെ എഴുതിയില്ല. പക്ഷേ ഇവിടെ വെറുതെ വന്നിരിക്കാറുണ്ട് ഞാൻ. ഇപ്പം ഇരിക്കാം, കുഴപ്പമില്ല. നല്ല രസമല്ല, ചൂടില്ല, നല്ല കാലാവസ്ഥ. ഈ കാലാവസ്ഥ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ലതാണ്. ബെഞ്ച് തുടയ്ക്കണത് മാത്രം, മഴ പെയ്ത് കഴിഞ്ഞാൽ ബെഞ്ച് തുടയ്ക്കണത് മാത്രം. മരൊക്കെ വലുതായി. ഇതിന്റെ ചില്ലപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ തണലാവും. റംബൂട്ടാനും ചില്ലികളായി അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ പേര് പറയുന്നത് ഇതിന് പച്ച കളറാ പാടില്ല, മുളക് പൊടി ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടില്ലല്ലോ. ഇട്ടില്ല. പിന്നെ ഓരോരുത്തർക്ക് തോന്നുന്ന പോലെയാണ് പിന്നെ പാചകം.
പിന്നെന്താ വെച്ചാൽ നല്ല അറിവുള്ള ഒരു കമൻറ്റ് ചെയ്യും, നല്ല അറിവുള്ള ഒരു കമൻറ്റ് ചെയ്യും ഇത് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ അവർ ആളെന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഷെഫ് പിള്ളി തന്നെ. ഇത് ആളുടെ റെസിപ്പി അല്ലേ? ആ ഞാൻ അങ്ങനെ നോക്കിയില്ല, ആള് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ലേ. ഊവല്ലോ, ഞാൻ കണ്ടു ആളുടെ ഷോർട്സ്. ആള് ചെയ്യുന്നുണ്ട്. നിനക്ക് കിട്ടിയാ? ഇല്ലേ, എനിക്ക് കിട്ടിയില്ല. അല്ല, ഞാൻ കണ്ടത് വേറെയാ. ഞാൻ പറഞ്ഞില്ലേ വേറൊരെണ്ണം, കുഞ്ഞുള്ളി ഇതിലാണ് ചെമ്മീൻ കുഞ്ഞുള്ളി റോസ്റ്റ് നിങ്ങൾ പറഞ്ഞിട്ട്, അതും ഈ നാളെ പല ചേർത്തിട്ടുള്ള തന്നെയാ. പക്ഷെ അത് ഇരിക്കുന്നത് കാണുമ്പോ തന്നെ നല്ല അടിപൊളി സാധനം. അത് ആളെന്നെ ചെയ്യണം കേട്ടാ, ആളെന്നെ ചെയ്യണ വീഡിയോ കണ്ടേ. ശോഭയിലില്ലേ ആളുടെ റെസ്റ്റോറൻറ്റ്, ശോഭ സിറ്റിയില്. ചെറുേട്ടനൊക്കെ അവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാനിങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. നമ്മളിപ്പോ ഹൈലൈറ്റ് മാളിലേക്കാണ് പോണത്. ഇപ്പോൾ അതെ, ഹൈലൈറ്റ് മാളും ഇവിടെ തൊട്ടടുത്തായിരുന്നേ പോവാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇവരെ കടയുടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ, അത് തന്നെ ഇവർക്ക് പോകാൻ എളുപ്പമാണ്. ഇവരവിടേക്ക് പോയിട്ട് ഇടയ്ക്ക് തലശ്ശേരി ബിരിയാണിയൊക്കെ തട്ടി വരുമെന്ന് പറയുന്നത്. അപ്പോൾ തലശ്ശേരി ബിരിയാണി നല്ല ടേസ്റ്റാന്ന് പറയുന്നവര്. ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് ലുലുന്ന് വാങ്ങിക്കണത് 1/2 കിലോ അല്ല 250 ഗ്രാം. 250 ഗ്രാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അത് ഫുള്ള് കഴിക്കാൻ പറ്റില്ല, ബാക്കിയാവും. അത്രയ്ക്കുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അല്ല ഞാൻ കഴിച്ചിട്ടില്ല. നോക്കിയാൽ നമ്മുടെ ഇതിങ്ങനെ ഒരു ലെവലിലേക്ക് ആയാണ്. തീന്ന് കുറച്ചിട്ട് സരിത ആ വെള്ളം അല്ല തീന്ന് കുറച്ച് ആ കലക്കിയ വെള്ളമായിരിക്കും ഒഴിക്കും. ഇതാട്ടെ നമ്മുടെ ഈ വെള്ളം ഒഴിക്കുന്നു കേട്ടോ, ഒഴിക്കും. ഇനി നമുക്കേ ഇതുകൊണ്ട് ഇളക്കണ്ട, ഈ സാധനം കൊണ്ട് ഇളക്കാം. തീ കൂട്ടാന്നോ? തീ ഇത്തിരി കൂട്ട്. എന്നിട്ട് ആലോചിച്ച് ചേട്ടൻ എന്നിട്ട് വല്ല ഉപമ ഓർമ്മ വന്നാ? ഉപമയെന്നല്ല, ഞാനേ എപ്പോഴാ ചേർക്ക? അത് ഇപ്പം ചേർക്കാം. അതായത് ഇത് ചാറുന്ന് ഇതിൽ നിന്ന് ജോയിൻ്റ് ആവട്ടെ, ഇതിൽ പറ്റി പിടിക്കില്ല കേട്ടാ. ഉപ്പ് നോക്കണ്ട തരുതാ, എരിവുണ്ട്, ഉപ്പുണ്ട്, ഉപ്പ് ടേസ്റ്റ് ഉണ്ട്. അയ്യോ അത് മാറ്റി കളഞ്ഞു കേട്ടാ. ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, ടേസ്റ്റ് നോക്കിയിട്ടല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല അതിൻ്റെ ഒരു രുചിയുണ്ട്. ഞാൻ നോക്കിയിട്ട് സത്യം പറയാം. നാളെ പാലൊക്കെ വരട്ടായിരിക്കും. നാളെ പാൽ ഒഴിക്കാറിയാ? ഇല്ല, ഒരു 3-4 മിനിറ്റ് കഴിട്ടെ നന്നായിട്ട് ഇതാവട്ടെ, പിടിക്കട്ടെ, പിടിക്കും. അത് ചാറ് പറ്റി കുഴമ്പ് പരിപാട്ടായിരിക്കും. നല്ല കുഴമ്പ് വരുവാണല്ലോ. പക്ഷെ ഈ മിക്സി കഴുകിയ വെള്ളം അതിൽ നന്നായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പച്ചക്കുത്ത് പോണം, ഇഞ്ചിരി വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം വരും. കുത്തു പോണ വരെയുണ്ട്. ഇതാവട്ടെ, നല്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പുണ്ട്, എരിവില്ലേ? എരിവുണ്ട്, മതി. നമ്മളേ നാളികേരം പാല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അര നാളികേരത്തിൻ്റെ പാലാണ്, 1-ാം പാൽ 2-ാം പാൽ. അര നാളികേരത്തിൻ്റെ എടുത്തത് പകുതിയിലെടുത്ത 3/4 നാളികേരം. 3/4 നാളികേരത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാ 1-ാം പാൽ 2-ാം പാലും കൂടിയിട്ട് ഒരു 1.5 ഗ്ലാസ് പാലുണ്ട് കേട്ടോ. അത് നമുക്ക് എനിക്ക് ചേർക്കേണ്ടതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. ഈ ഇതിൻ്റെ കുത്തൊന്ന് വിടട്ടെ. ചിലരെന്ത് ചെയ്യുന്നറിയോ, ഇതിലേക്ക് കയ്യോടെ തന്നെ ഒഴിക്കുന്നുണ്ട്. ഈ കലക്കിയ വെള്ളം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് അല്ല, ഈ നാളികേര പാലത്തെ വെളിച്ചെണ്ണ തെളിയണ വരെ തിളയ്ക്കണ. ഇത് കഴിഞ്ഞ പരിപാടി, ഇത് ഇപ്പോൾ കഴിയും പരിപാടി. ഇത് കഴിഞ്ഞ പരിപാടി. ഇതിപ്പോൾ അതെ ഇത് പറ്റട്ടെ, കാണാൻ നല്ല ഭംഗിയല്ലേ? എനിക്കൊരു ചുവപ്പ് കളറിലിരിക്കണതാണ് കാണാൻ ഇഷ്ടം. ചിലപ്പോൾ നമ്മളത് കണ്ട് ശീലിച്ചത് കൊണ്ടാവാം. അപ്പോൾ നിനക്ക് മുളക് പൊടി ഇടാൻ പറയാമായിരുന്നു. നോൺ വെജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ ചുവപ്പ് കളറിലിരിക്കണത് കാണുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. പച്ചക്കാന്താരി ചിക്കൻ, അതുകൊണ്ടായിരിക്കാം ഈ കളർ പൊടിയൊക്കെ ചേർക്കണേ ഹോട്ടലുകളിൽ. കാരണം നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ മലയാളികളൊക്കെ ഇപ്പോൾ വ്യത്യസ്തരായി. മലയാളികളെ പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പോൾ. എല്ലാവരും എല്ലാ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പച്ച കളറുള്ള ഇങ്ങനത്തെ ചിക്കനുകൾ ഇങ്ങനെ മുഴുവനായിട്ട് പറ്റി വെച്ചിട്ട് ഇങ്ങനെ കമ്പിയും പോർത്ത് വെച്ചിട്ട് ഓരോ ഹോട്ടലിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ പച്ച കളറിലെ ചിക്കൻ ഫുള്ള് പല കളറില്. നീയെന്തൊരു തേങ്ങ കണ്ടോണത്? ചേട്ടനും തൊട്ട് തേങ്ങ കണ്ടോക്കണ്. ഞാൻ ഈ വഴി കൂടെ പോകുമ്പോൾ കാണുന്നതല്ലേ നിറച്ച്. ഇനി ഒഴിക്കല്ലോ നമുക്ക് നാളികേരം പാല്. നോക്കിയാൽ ഇപ്പോൾ ഇത് ഒരുവിധം ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നാളികേരം പാല് ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകണട്ടാ. നാളികേരം പാല് കൂടിയേ തരുതേ, അത്ര പാടില്ലേ?
കുഴപ്പമില്ല, അത് പറ്റും. അപ്പൊ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയായിരുന്നില്ലേ? അത് പറഞ്ഞിട്ട് ഇത് കാര്യം ആവശ്യത്തിനുള്ള ഒഴിച്ചാൽ പോരെ? അതിപ്പോൾ പറ്റും, അതിപ്പോൾ പറ്റും. ഇതിപ്പോൾ പറ്റരുത്. 4 വലിയൊക്കെ കളിയില്ല എന്നല്ല പറഞ്ഞത്. തീയൊന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ തിളക്കിയത്. വേഗം കുറുകും. നാളിരം പാലേ ഒഴിച്ചപ്പോൾ സ്വല്പം ഉപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ പുളിക്കുക നാരങ്ങ നീര് ചേർത്ത് തന്നെയല്ലോ? വേറെ ചേർക്കണ്ട. നിനക്ക് ചേർക്കണം ഇഷ്ടമുണ്ടോ? അല്ലാണ്ട് പുളി പാടില്ല. ചിലർക്ക് ഭയങ്കര പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തിട്ട് നമ്മൾ പറയുന്നതില്ല, ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് അളക്കാനായിട്ടൊരു ഇതില്ലല്ലോ, ഉപകരണം ഇല്ല. തീന്ന് കുറച്ചുണ്ട്. ടേസ്റ്റ്, സൗന്ദര്യം, ഇതൊന്നും അളക്കാനായിട്ടുള്ള അളവ്. ആരോഗ്യത്തിനുണ്ട്. ഭയങ്കര ആരോഗ്യമുള്ള ആള് പെട്ടെന്ന് പിറ്റേ തന്നെ ഷൂന്നിന് പോണ ആളുകളുണ്ട്. ഷൂന്ന് പോവേ അല്ല, ചാവണവരുണ്ട്. ഇല്ലേ? അല്ല, ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പറയില്ലേ എന്തൊരു ആരോഗ്യം. സൗന്ദര്യം അളക്കാനായിട്ട് എന്തിട്ടാണ് അളവ് പോലുള്ളത്? എന്തിട്ടാണ്? ഓരോരുത്തരുടെ കണ്ണിലും. ലൈല മജ്നുവിന്റെ കഥ കേട്ടിട്ടില്ലേ? എന്തുട്ടാ? മുഴുവൻ വായിച്ചിട്ടില്ലേ? ആദ്യം പറഞ്ഞിട്ടുണ്ട്. പറയേ. എനിക്കറിയില്ല, അതല്ല ഞാൻ ചേട്ടനോട് ചോദിച്ചത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. അല്ല, അത് ഭയങ്കര പ്രണയമായിരുന്നല്ലോ അവരുടെ. എന്നിട്ട് പിന്നെ ലൈലേനെ പിന്നീട് കാണുമ്പോൾ മജ്നു ഈ ലൈലേനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്ന ആളുടെ രാജാവിനോട് അങ്ങോട്ട് പറഞ്ഞിട്ട് രാജാവിൻ്റെ മനസ്സിൽ ഈ ലൈല അതിസുന്ദരിയാണ്. പിന്നീട് കാണാണ്, നേരിട്ട് കണ്ടപ്പോൾ രൂപയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോഴാണ് പറയാ, ആ മജ്നുവിന്റെ കണ്ണി കൂടെ നോക്കണം, എന്നാലേ ലൈലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. വിരൂപ എന്ന് പറഞ്ഞപ്പോ എങ്ങനെ മനസ്സിലായത്? വിരൂപയാണ് സൗന്ദര്യം. നമ്മളിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞല്ലോ. വിരൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ. അല്ല, അതിനാണ് പറഞ്ഞത്. ചിലർക്ക് അപ്പൊ നമുക്കറിയാലോ. അതാ പറഞ്ഞേ, അതന്നെ നമ്മൾ പറഞ്ഞു തരാം. അതിൽ ആ പോയിന്റിലേക്ക് ഇനി നമ്മളിപ്പോ എത്തണത് സംസാരിച്ചിട്ട്. അതിനൊരു അളവ് പോലില്ല. അത് ഓരോരുത്തരുടെ കണ്ണിലാണ് ആ സൗന്ദര്യം ഉണ്ടാവുക. എഴുതി കൂടി ഒന്നേ ലോക്ക്ഡൌൺ അപ്പുറത്ത് കൂടെ കേറിയാ അവിടെ തുറന്നിട്ട് കണ്ടാ ചേട്ടാ, വെല്ലൂർ അതിൽ കൂടെ അകത്ത് കയറി നമ്മളറിയില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. കുറുകി വരുന്നുട്ടാ, നന്നായി കുറുകട്ടെ. പ്രോൺസ് നിർവാണ ഷെഫ് പിള്ളേരല്ലേ കുറേ പേര് ചെയ്യുന്നുണ്ട്. നമ്മളതിലത്തെ ഒരെണ്ണം എടുത്തു മാത്രം. നമ്മളെ ഇത് നോക്കി ഇത്രയ്ക്ക് കട്ട് ചെയ്താ, ഇത്രയ്ക്ക് കട്ട് ചെയ്യാൻ വേണ്ടോ? കഴിഞ്ഞ പരിപാടി കണ്ടാ. നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഫിഷ് നിർവാണ. പ്രോൺസ് അല്ല, ഇനി ഞാൻ ഒരു സാധനം കൂടി കാണിച്ചു തരാം കേട്ടോ. ആരും ചെയ്തിട്ടില്ല, അത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. സൂത്രം കാണിച്ചു തരാം. നമ്മൾ ഒരു വാഴയുടെ ഇല മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളേ ഈ വാഴയിൽ നിന്ന് വാട്ടുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. കാരണം ഇതിൻ്റെ യഥാർത്ഥ ഒരു രുചി എനിക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ഒരു ചെറിയൊരു പണി കൂടി ചെയ്യാം, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഇത് വാട്ടേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു കെട്ടാനാ ഒക്കെ ഉണ്ട് പണി. ഇതിലേക്ക് ഞാൻ ഇത് വെച്ചുട്ടാ. എന്നിട്ട് നോക്കിയാൽ നമ്മുടെ ഇത് നിർവാണിയില്ലേ, ഇതിലേക്ക് ആക്കി കംപ്ലീറ്റ്. വാഴല്ലേ ഒരു മണം വരുന്ന സ്ഥലത്തേ. ഷെഫ് പിള്ള ചെയ്തിട്ടുണ്ടാവും, ചീത്ത പറയുമെന്നെ എന്നെ കാണാല്ല. എന്നിട്ട് നോക്കിയാൽ വാഴലോട്ട് കെട്ടാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ അയ്യോ ഞാൻ കാണിക്കണേ ഇല്ലേ, കുഴപ്പമില്ലല്ലോ, കെട്ടണ്ടപ്പോൾ. ഇതേ നമ്മുടെ ഈ ചട്ടിയില്ലേ, ചട്ടി ഇവിടെ വെക്കുന്നു. അല്ല, അടച്ച് വെക്കാന്ന് വിചാരിച്ചു. ഒന്നും പൊട്ടിയിട്ടില്ല, കണ്ടതേ. ഇത് ഇതിലേക്ക് വെക്കുന്നു. ഞാൻ വാഴവള്ളി എടുത്ത് വെറുതെ അല്ല, അല്ല കെട്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതേ കുറച്ച് നേരം അടച്ചു വെക്കും. എനിക്ക് ആ വാടല്ലേ മണം കൂടി കിട്ടണ കയ്യിൽ. അന്ന് ചെയ്തപ്പോൾ ഫിഷ് നിർമ്മാണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നാളികേരപ്പാൽ ഇതൊക്കെ കൂട്ടിച്ചേർത്ത്, മീനൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എല്ലാം ഈ നാളികേരപ്പാലിൽ വെച്ചിട്ട് നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട്
ആക്കിയിട്ടല്ലേ കഴിച്ചേ? ഓർമ്മയില്ല എനിക്ക്. ചട്ടിയിൽ ആദ്യം തന്നെ ഇല വെച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലായി. ആ എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അല്ല, പാചകം ചെയ്യുന്നത് ഇങ്ങനത്തെ പാത്രത്തിലായി മാത്രം ഇട്ടാ വേണമെങ്കിൽ നക്കി തുടച്ചു. അടിപൊളി ടേസ്റ്റാ. എന്നോടാണോ? ആ, ഒരു കുറച്ച് സമയം അതിലിരിക്കില്ല കേട്ടാ. അതിൽ നിന്നിട്ടാവട്ടെ. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അയക്കാൻ മതിയായിരുന്നു. എങ്ങാനും പൊളിഞ്ഞാലും അതിനൊരു ചുക്ക് സംഭവിക്കില്ല. ഏയ് ഭയങ്കര പറയണില്ലേ? ഞാൻ പറയണില്ലേ? ടേസ്റ്റാന്നല്ല പറയാൻ വന്നേ. പറയണില്ലേ? പറയാൻ പാടില്ലല്ലോ. അങ്ങനെയില്ല ചേട്ടാ. എന്താ പറയാൻ പാടില്ല എന്ന് പറയണേ? അതെപ്പോഴും പറഞ്ഞു പറഞ്ഞൊരു ശീലമായി. അതിങ്ങനെ എല്ലാത്തിനും പറയുമ്പോഴേ എവിടെ ഒരു പോരാ. ഞാൻ വാഴവള്ളി എടുത്തത് കെട്ടാൻ പറ്റുമെന്ന് വിചാരിച്ചാ. കെട്ടാൻ പറ്റില്ല. ചിലപ്പോൾ അതുകൊണ്ട് കൊളാബറേഷൻ ആയാലോ. തുറന്നു നോക്കിയൊക്കെ നമുക്ക് ഇല വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. എന്ത് കണ്ട ആ വാഴലയിൽ കിടന്നിട്ട് ആവുമ്പോഴുള്ള കടാ അതിൻ്റെ ഒരു മണം, ഒരു പ്രത്യേക മണം തന്നെ സരിതേ. പോരെ ഒരു അതിൽ വാടത്തി തീ ഇത്തിരി കുറയ്ക്കത് പുക പോണു. ഒരു പൊട്ട് വെളിച്ചെണ്ണ അടിയിലേക്ക് വയ്ക്കണേ. അപ്പൊ ഇല കരിയില്ലേ? വേണ്ട വേണ്ട ഇല കരിയണ്ട്. ഇലക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ തീ കുറച്ചു ചേട്ടൻ. ചട്ടിയിലെ അടിയെന്നുകൊണ്ട് പുക പോണം. അല്ല, ഒരു പൊട്ട് വാഴല അല്ല ഈ വെളിച്ചെണ്ണ അടിയിലേക്ക് ഒഴിക്കാം. വേണ്ട, ഒരു പൊട്ട് ഒഴിക്കാം. എൻ്റെ ഒരു സമാധാനത്തിൻ്റെ അടിയിലേക്ക് ഒരു പൊട്ട് വെളിച്ചെണ്ണ പോയിക്കോട്ടെ കേട്ടാ. അപ്പഴല്ല പുക വരാ. അല്ല, അത് കരിയാണ്ടിരിക്കാനാ ഭയങ്കരമായിട്ട്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാ പുക വരാ. അടിയിലേക്ക് വെളിച്ചെണ്ണ ആവശ്യമില്ല ചേട്ടാ. വെറുതെ നോട്ടറി 10 മിനിറ്റ് കാത്തിരിക്കണ്ട, ഒരു 5-6 മിനിറ്റ് വെയിറ്റിംഗ്. നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യാൻ കേട്ടാ. ചേട്ടൻ്റെ പരീക്ഷണം എന്തായി നോക്കാം. പുക വരുന്നുണ്ട് അടിയിൽ നിന്ന് മോളിന്നൊക്കെ പുക വരുന്നുണ്ട്. എന്തായിന്ന് അറിയില്ല, കാത്തിരുന്ന് കാണാം. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് ബോധോദയം വരാൻ? അല്ല, ഞാൻ ആ വാഴയിലെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ ഇതെടുത്ത് ഇവിടെ വയ്ക്കുകയാണ്. വരുമ്പോൾ ഉള്ളിലത്തെ സാധനം എന്തായിന്ന് അറിയുന്നില്ലല്ലോ. എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കഴിയുള്ളൂ. തൊട്ട് കഴിയുമ്പോൾ കാണുന്നത് ഇതൊരു ഭംഗി. വളരെ മണം നല്ല തിളക്കുന്നുണ്ടല്ലേ കൂട്ടാൻ. കണ്ട ഇതാ ടീസ്പൂൺ. ഒരു മിനിറ്റ് എടുക്കട്ടെ. എനിക്ക് എടുക്കണം കേട്ടോ. നമ്മൾ അല്ല, വെറുതെ ഒന്ന് കഴിച്ചു നോക്ക്. പിന്നെ നിങ്ങൾക്ക് കൂട്ടാണ്ട് ചപ്പാത്തി വാങ്ങിച്ചു തരാം. ചൂട് കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ നിർവ്വാണം? എന്താ നീ ചിരിക്കുന്നത്? ചൂടാറി കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പകുതി ചൂടാറിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ക്ഷമ കിട്ടു. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. ആദ്യം കഴിച്ചോ? എൻ്റെ ക്ഷമ കിട്ടു. കഴിച്ചോ? ചാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സൂപ്പർ ചാറാണ്. ചേട്ടൻ ഇപ്പോൾ പൊറോട്ട വാങ്ങിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. അത് കൂട്ടി കഴിക്കും. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇത് കഴിക്കണുള്ളൂ കേട്ടോ. അല്ലേ? അടിപൊളി സാധനം അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ആ വാഴല മണമൊക്കെ കിട്ടാം. എനിക്ക് ഉച്ചഭക്ഷണം കുറച്ച് ഹെവി ആയതുകൊണ്ട് എനിക്ക് വിശന്നിട്ടില്ല. ഒരെണ്ണെങ്കിലും കഴിക്കുന്നേ. അത് കഴിക്കാം. ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം ബാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വിശന്നിട്ടാവും വരാം. ചിരിക്കുന്നു ചേട്ടൻ. ചോറുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ചൂടുണ്ടോ ഉണ്ണിയെ? ഇത്തിരിയുള്ള ചൂട് കഴിക്കാൻ പറ്റില്ല. ആ, ചെമ്മീൻ തന്നെയാണ്. ഞാൻ ചാറ് നോക്കിയതാട്ടെ നേരത്തെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലേ? സൂപ്പർ ചാറല്ലേ? കഴിച്ചോ? ചെറിയ ചൂടുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സരിത പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീലില്ലേ? പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ ടേസ്റ്റ് എന്നുള്ളത്. ജഗുന് ഇഷ്ടമായി. അടിപൊളി സാധനം കേട്ടോ. ഫിഷ് നിർമ്മാണം എന്തെങ്കിലും കൂട്ടി കഴിക്കാനും വേണം. നമുക്ക് വെറുതെ കഴിച്ചാലും മതി. പക്ഷെ നമ്മുടെ ഗുരുവായൂരുള്ള ജയശ്രീ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള സാധനമില്ലേ, അന്ന് നമ്മൾ ചെയ്തിട്ട് മുഴുവനാക്കിയില്ലല്ലോ വീഡിയോയില്. അതാണ് ഇതിനേക്കാളൊക്കെ ടേസ്റ്റ്. സിമ്പിൾ സാധനം.
അത് വേറെ ടേസ്റ്റ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേവിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവറാണ് ആ ഗ്രേവി. നല്ല രസം കേട്ടാ. ജഗുവിന് നല്ല ഇഷ്ടമായി. പക്ഷെ മുറിച്ച് തരമാണെങ്കിൽ ചെറിയ ഇതാവോ ടേസ്റ്റ് ചെമ്മീൻ അങ്ങനെ കുറച്ചുകൂടി ആണോ? കഴിച്ചോ. ഇപ്പം നിർത്താട്ടാ. അടിപൊളി സാധനം. നിങ്ങളൊക്കെ വെച്ചോ. ഞാൻ ഈ രാത്രി കഴിക്കും. നോക്കി ഈ ബാക്കി കാലത്ത് വെച്ചിട്ടുള്ള മുതിര കൂട്ടാനും ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, അതുകൂട്ടി ഞാൻ ചോറുണ്ണും രാത്രി. ഇഷ്ടം പോലെ ചെമ്മീൻ കണ്ടോ. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.